കൊല്ലുക പോലും ശരിയായി വരും. അപ്പോൾ വീട്ടമ്മമാർക്ക് പോലും സ്ട്രെസ്സാണ്, കൊച്ചുമക്കൾക്ക് പോലും അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആ സ്ട്രെസ്സിന്റെ സമയത്താണ് ഇങ്ങനെ ഒരു ആക്സസ് ബാസ് ഒരു പ്രോസസ്സ് ഉണ്ട്, സ്ട്രെസ് റിലീസ് ചെയ്യാൻ കഴിയുമെന്ന് തിരിച്ചറിയുന്നത്. ആ കാഴ്ചകളുടെ അർത്ഥം എന്ത്? ഞാൻ സ്നോർ ചെയ്യുന്ന ശബ്ദം എനിക്ക് തന്നെ കേൾക്കാം, എൻ്റെ ബ്രെയിനിന് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എൻ്റെ കയ്യോ കാലോ അനങ്ങാത്ത രീതിയിൽ എൻ്റെ ബോഡി സ്റ്റില്ലായിട്ട് ശാന്തമായിട്ട് ഉറങ്ങുകയാണ്. അതേ സമയത്ത് ഞാൻ സ്നോർ ചെയ്യുന്ന എനിക്ക് കേൾക്കാം, പല നിറങ്ങൾ കാണാം, ഫ്ലാഷ് ലൈറ്റ് മിന്നി പോകുന്നത് കാണാം, ഫെസിലിറ്റേറ്റർ ആയിട്ടുള്ള സാർ എന്ന് സംസാരിക്കുന്നത് കേൾക്കാം. ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാലും എൻ്റെ മാഗ്നറ്റിക്കൽ ഇംപ്രിൻറ്റിങ് ഇവിടെ ഉണ്ട്. ഞാൻ നടന്നു പോകുന്ന വഴികളിലും എൻ്റെ മാഗ്നറ്റിക്കൽ ഇംപ്രിൻറ്റിങ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന ഏത് മനുഷ്യന് ആരിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കും? സകലതും ഇതും ഇപ്പോൾ കാണുന്ന ഈ ലൈറ്റ്സും ഇതും എല്ലാം ഊർജ്ജമാണ്. ഓക്കെ, അപ്പോൾ ഈ ഇതിൽ നിന്നെല്ലാം നമ്മൾ ഇല്ലാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ശരീരത്തിൽ നിന്ന് തന്നെ പോകണം, അപ്പോഴും നമ്മൾ ഊർജ്ജമാണ്. അതെ. അപ്പോൾ ദർ ഇസ് നോ വേ വി ക്യാൻ ബി അവേ ഫ്രം ദിസ് എനർജി. പണ്ട് കാലങ്ങളിൽ ശരിയായിരുന്ന പലതും ഈ കാലഘട്ടങ്ങളിൽ തെറ്റുമാണ്. ശരിയും തെറ്റും പോലും കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറുന്നുണ്ട് എങ്കിൽ പിന്നെ ശരിയും തെറ്റും എന്ത്? ചില സാഹചര്യങ്ങളിൽ യുദ്ധം പോലും ശരിയാണ്. മാം എങ്ങനെയാണ് ഈ ഫീൽഡ് ചൂസ് ചെയ്തത്? ഇത് വളരെ റെയർ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ആക്സസ് ബാർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒത്തിരി പേര് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ആക്സസ് ബാർ ഒക്കെ. മാം എങ്ങനെയാണ് ഈ ഫീൽഡിൽ എത്തപ്പെട്ടത്? എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാം ആണോ? അല്ല, ഞാൻ ഇതിനു മുന്നേ കേട്ടിട്ടില്ല. മാമിലൂടെയാണ്, മാമിന്റെ പല ഇന്റർവ്യൂസിലൂടെയാണ് ആക്സസ് ബാർ എന്താണെന്ന് പൊതുസമൂഹം അറിഞ്ഞു തുടങ്ങിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു സത്യമല്ല. ഒരുപക്ഷെ ഇത്രത്തോളം ആഴത്തിൽ ആക്സസ് കോൺഷ്യസ്നസ്സിൽ സഞ്ചരിച്ചതും ഒരു സർട്ടിഫൈഡ് ഫെസിലിറ്റേറ്റർ എന്ന തലത്തിൽ ഉയരങ്ങളിലെത്തിയതും ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ളത് ഞാനായിരിക്കാം. എന്നാൽ ആക്സസ് കോൺഷ്യസ്നസ്സിനെ കേരളത്തിൽ ആക്ച്വലി പരിചയപ്പെടുത്തിയത് ഞാനല്ല. 10 വർഷങ്ങൾക്ക് മുൻപ് വിദേശ വനിത ഇവിടെ വന്നിട്ടുണ്ട്. അവർ ആക്ച്വലി കുറച്ച് പേർക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ആൻഡ് ദേ ഗോൺ. എന്നാൽ അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനോ കൂടുതൽ അതിനെ എക്സ്പ്ലോർ ചെയ്യാനോ ആരും തയ്യാറായിരുന്നില്ല എന്ന് വേണം കരുതാൻ. ഞാൻ ദുബായിലായിരിക്കുന്ന സമയത്ത്, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് വളരെയധികം സ്ട്രെസ്ഫുൾ ആയിരുന്നു. മീൻസ് ഒബ്വിയസ്ലി കോർപ്പറേറ്റ് ലൈഫിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ധാരാളം സ്ട്രെസ് ഉണ്ടാവും നമുക്ക്. അത് കുറവല്ല, എൻ്റെ കമ്പനിയുടെ കുറവൊന്നുമില്ല, നോർമലി ഹാപ്പൻസ്. ഇപ്പൊ വീട്ടമ്മമാർക്ക് പോലും സ്ട്രെസ്സാണ്, കൊച്ചുമക്കൾക്ക് പോലും സ്ട്രെസ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ സ്ട്രെസ്സിന്റെ സമയത്താണ് ഇങ്ങനെ ഒരു ആക്സസ് ബാസ് ഒരു പ്രോസസ്സ് ഉണ്ട്, സ്ട്രെസ് റിലീസ് ചെയ്യാൻ കഴിയുമെന്ന് തിരിച്ചറിയുന്നത്. അങ്ങനെ ഞാൻ ക്ലാസ്സിൽ പോയി പങ്കെടുക്കുകയാണ് ഉണ്ടായത്. ക്ലാസ്സിൽ പോയി ഫെസിലിറ്റേറ്ററിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തു. 2 days. ഫസ്റ്റ് ഡേ എൻ്റെ 32 പോയിന്റ്സിൽ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ പല കാഴ്ചകൾ ഞാൻ കാണുകയാണ്. ആ കാഴ്ചകളുടെ അർത്ഥം എന്ത്? ഞാൻ സ്നോർ ചെയ്യുന്ന ശബ്ദം എനിക്ക് തന്നെ കേൾക്കാം, എൻ്റെ ബ്രെയിനിന് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എൻ്റെ കയ്യോ കാലോ അനങ്ങാത്ത രീതിയിൽ എൻ്റെ ബോഡി സ്റ്റില്ലായിട്ട് ശാന്തമായിട്ട് ഉറങ്ങുകയാണ്. അതേ സമയത്ത് ഞാൻ സ്നോർ ചെയ്യുന്ന എനിക്ക് കേൾക്കാം, പല നിറങ്ങൾ കാണാം, ഫ്ലാഷ് ലൈറ്റ് മിന്നി പോകുന്നത് കാണാം, ഫെസിലിറ്റേറ്റർ ആയിട്ടുള്ള സാർ എന്ന് സംസാരിക്കുന്നത് കേൾക്കാം. ആൻഡ് ഇതെനിക്ക് വളരെ അതിശയകരമായിട്ട് തോന്നി. ഇതെന്ത് അത്ഭുതമാണ്! ഇങ്ങനൊരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ. പിന്നെ ഞാൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി, എൻ്റെ ഹയർ തലങ്ങളിലോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. പിന്നെ ഒരുപാട് ക്ലാസ്സുകൾ പങ്കെടുക്കാൻ തുടങ്ങി ഇതിൻ്റെ. അപ്പോഴാണ് മനസ്സിലാകുന്ന ഒരു സാധാരണ ഒരു സ്ട്രെസ് റിലീസിങ് എന്നതിനുപരി നമ്മുടെ യഥാർത്ഥ ഭാവത്തിലോട്ട് പല മാർഗങ്ങളുണ്ട് ആ ഭാവത്തിൽ എത്തിപ്പെടാൻ. യോഗമാർഗമുണ്ട്, നിരവധി മാർഗങ്ങളുണ്ട്. അതിൽ ഒരു മാർഗമാണ് ആക്സസ് കോൺഷ്യസ്നസ്, ജ്ഞാനമാർഗം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു അമേസിങ് ടൂളാണ്. ശരീരമുള്ള സമയത്ത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു ടച്ച് തന്നെ, ഒരു പക്ഷെ ഒരാൾ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ 1000 വചനങ്ങൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നതിന് പകരം അതും നമുക്ക് സഹായമാണ്. എന്നാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ജനറലായിട്ടൊന്ന് ഹഗ് ചെയ്യുകയാണെങ്കിൽ, ഓർ ജസ്റ്റ് ഒന്ന് തൊടുകയാണെങ്കിൽ പോലും അവരെത്രത്തോളം റിലീസ് ആവും അവരുടെ സ്ട്രെസ്സിൽ നിന്ന്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ദാറ്റ് മീൻസ് നമുക്കെല്ലാവർക്കും അത്രയും ഹീലിംഗ് പവർ ഉണ്ട്. നമുക്കെല്ലാവർക്കും ഒരാളെ
ആശ്വസിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. ഒരാളുടെ പ്രയാസങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുള്ള മാജിക്കൽ പവർ ഉള്ളവരാണ് നമ്മളെല്ലാവരും. കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രസൻസിൽ നമ്മൾ എത്ര സന്തോഷമുള്ളവരായി മാറാറുണ്ട്. അതെ. അവരുടെ ഒരു എനർജി ഫീൽഡിൽ ഇരിക്കുമ്പോൾ തന്നെ വി ബിക്കം സോ ഹാപ്പി. ഹവെവർ, പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും പരസ്പരം തുടരുത് എന്നാണ് പഠിപ്പിക്കുന്നത്. നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി എന്നുള്ള ഇതിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനെനിക്ക് പ്രത്യേകം പോയിന്റ് ഓഫ് വ്യൂ ഒന്നുമില്ല. എന്നാൽ എൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യരെല്ലാം അതീവ ശക്തിയുള്ളവരാണ്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം. ഈ ശരീരത്തിലെ ചെറു സ്പർശനങ്ങൾ, മറ്റൊരു വ്യക്തിയുടെ ചെറു സ്പർശനങ്ങൾ പോലും ഒരുപാട് കാലഘട്ടങ്ങളായി നമ്മളിൽ കുടികൊള്ളുന്ന പല വിഷമങ്ങളും എടുത്തു മാറ്റാൻ ശക്തിയുണ്ട്. അതിൻ്റെ അർത്ഥം ഒരിക്കലും ഈ പ്രോസസ്സ് ചെയ്തു തരുന്ന വ്യക്തി ഈ വിഷമങ്ങളും കൊണ്ട് നടക്കും എന്നല്ല. പലപ്പോഴും അതൊരു തെറ്റായ ധാരണയുണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ. എനർജി ഹീലേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കർമാസ് കൂടി നമ്മൾ എടുക്കുന്ന പോലെയാണെന്നൊക്കെ. ഇപ്പൊ റേക്കിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്. അപ്പൊ ഓൾറെഡി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ആക്സസ് ബാറിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് മാം? ഞാനിപ്പോ ഈ കസേരയിലിരിക്കുകയാണ്. അതെ. ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാലും എൻ്റെ മാഗ്നറ്റിക്കൽ ഇംപ്രിന്റിങ് ഇവിടെ ഉണ്ട്. ഞാൻ നടന്നു പോകുന്ന വഴികളിലും എൻ്റെ മാഗ്നറ്റിക്കൽ ഇംപ്രിന്റിങ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന ഏത് മനുഷ്യന് ആരിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കും? എന്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കും? എത്രത്തോളം പ്രൊട്ടക്ഷൻ ലഭിക്കും നമുക്ക്? എന്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കാനാണ് നമുക്ക് സാധിക്കുക? നെഗറ്റീവ് എനർജി എന്നും പോസിറ്റീവ് എനർജി എന്നും നമ്മൾ ഓരോരുത്തരെയും അകറ്റി നിർത്തുമ്പോൾ അവരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഇപ്പൊ അമ്മ നമുക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നു. അവരെ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അകറ്റി നിർത്തുകയാണെങ്കിൽ ദിസ് ഈസ് ക്രിയേറ്റിംഗ് ലോട്ട് ഓഫ് സ്ട്രെസ് ഇൻ മോഡേൺ വേൾഡ്. ഈ നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി കൺസെപ്റ്റ്, ആദ്യം എന്താണ് എനർജി എന്ന് മനസ്സിലാക്കാം. എനർജി എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബോഡി ഈസ് ബിൽഡ് ഓഫ് എനർജി. ദിസ് ചെയർ ഇസ് ബിൽഡ് ഓഫ് എനർജി. എല്ലാം ഊർജ്ജമാണ്. നമ്മൾ വിചാരിക്കുന്നു എവിടെന്നോ കടന്നു വരുന്ന വേറെന്തോ ഒരു കാര്യം മാത്രമാണ് എനർജി എന്നാണ് നമ്മുടെ ചിന്ത. അതല്ല യാഥാർത്ഥ്യം. സകലതും ഊർജ്ജമാണ്. സകലതും ഇതും ഇപ്പൊ കാണുന്ന ഈ ലൈറ്റ്സും ഇതും എല്ലാം ഊർജ്ജമാണ്. ഓക്കെ, അപ്പൊ ഈ ഇതിൽ നിന്നെല്ലാം നമ്മൾ ഇല്ലാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ശരീരത്തിൽ തന്നെ പോകണം. അപ്പോഴും നമ്മൾ ഊർജ്ജമാണ്. അതെ. അപ്പോൾ ദർ ഇസ് നോ വേ വി ക്യാൻ ബി അവേ ഫ്രം ദിസ് എനർജി. എനർജി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ഇല്ലാതിരിക്കാനായിട്ട് സാധിക്കും. ഹവെവർ, നമുക്ക് ഓരോ സാഹചര്യത്തിലെയും ചെറിയ ചെറിയ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്ത് അതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പല സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എൻറ്റിറ്റി പ്രസൻസ് ഫീൽ ചെയ്യുകയാണെങ്കിലോ ഓർ അല്ലെങ്കിൽ വളരെ വിഷമമുള്ളൊരു വ്യക്തിയുടെ ദുഃഖം, ആ വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ ഊർജം സോളിഡ് ഭാവത്തിൽ വരുന്നതാണ് വാക്കുകൾ. ആ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ബോഡിയിൽ സ്റ്റിക്കാവും. ഇതൊക്കെ റിലീസ് ചെയ്യാനായിട്ട് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് മതി. ചെറിയ ചെറിയ സ്റ്റേറ്റ്മെന്റുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മലകളിലോ അല്ലെങ്കിൽ നോർമൽ ലൈഫിൽ ഇല്ലാതിരിക്കണം. ഒരു കോമണേഴ്സിന് എല്ലാവരിൽ നിന്ന് അകന്ന് പ്രൊട്ടക്ഷനോട് കൂടി മാത്രമുള്ളൊരു യാത്ര ഒരുപക്ഷെ സാധ്യമായി വരില്ല. നമ്മളൊരു മലയിലോ ഗുഹയിലോ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ, നമുക്ക് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കാം. എന്നിരുന്നാൽ പോലും കോൺഷ്യസ്നസ് പ്രകാരം നോക്കുകയാണെങ്കിൽ അങ്ങനെ പോലും പ്രൊട്ടക്ട് ചെയ്ത് നമുക്ക് ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത്രത്തോളം വണ്ണസ് എന്ന് പറയുന്നത് എല്ലാവരും ഉൾക്കൊണ്ടുള്ളതാണ് വണ്ണസ്. ഈ നിമിഷം ഞാനും ഗായത്രിയും ഒരുമിച്ച് ചേർന്നതാണ് ഈ ദൃശ്യം. എനിക്ക് ഗായത്രിയെ ഒരു നെഗറ്റീവ് പേഴ്സൺ ആയിട്ടോ അല്ലെങ്കിൽ ഞാനൊരു നെഗറ്റീവ് പേഴ്സൺ ആയിട്ടോ അകറ്റി നിർത്തിയാൽ ഈ ദൃശ്യം ഇന്നില്ല. ഒരു താമര ആക്ച്വലി വിരിയണമെങ്കിൽ എന്ത് വേണം? എവിടെയാണ് വിരിയ? ചെളിയിലാണ് വിരിയ. ചെളി മോശമാണ് എന്ന കൺസെപ്റ്റോട് കൂടിയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ താമരയ്ക്ക് വിരിയാൻ കഴിയുമോ? അപ്പൊ താമര ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം ചെളിയിനോട്. നമ്മൾ അകൽച്ചയല്ല കാണിക്കേണ്ടത്. പകരം നമ്മൾ ആക്ച്വലി എങ്ങനെയാണ് ഇത് നമ്മളിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നാണ് നമ്മൾ
ചിന്തിക്കേണ്ടത്. Okay. ഓരോ സാഹചര്യത്തിലും എങ്ങനെ നമുക്ക് റിലീസ് ചെയ്യാം, പല ചിന്തകളിൽ നിന്ന് നമുക്ക് എങ്ങനെ റിലീസ് ചെയ്യാം. ഈവൻ ചിന്തകൾ കൊണ്ടുപോലും നമ്മൾ കണക്റ്റഡ് ആണ്. അതെ. എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ പാടണം എന്ന് ആഗ്രഹിക്കുന്ന പാട്ട് വേറെ ആരെങ്കിലും പാടുക? തീർച്ചയായിട്ടും. അപ്പൊ ചിന്തകൾ കൊണ്ടുപോലും നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിരിക്കുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെ ചിന്തകൾ കൊണ്ട് പോലും ദാറ്റ് ഈസ് ഓൾസോ എനർജി, അത് ഓൾസോ വൈബ്രേഷണൽ ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളിടത്ത് നമുക്ക് ഇതെങ്ങനെ റിലീസ് ചെയ്യാമേ പഠിക്കാൻ പറ്റുള്ളൂ. പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ആരെയും ഇകഴ്ത്താതിരിക്കാന്ന് എനിക്ക് പറയാനുള്ളൂ. Okay. ആൻഡ് മറ്റൊരു ചോദ്യം എന്തായിരുന്നു, കർമ്മ ബാധിക്കുമോ എന്നുള്ളത്. Yes. കർമ്മ എന്ന ലൂപ്പിൽ നമ്മൾ കിടക്കും തോറും, കർമ്മ എന്ന് നമ്മൾ വിശ്വസിക്കും തോറും, ശരി, ഞാൻ ഈ ചോദ്യത്തെ മറ്റൊരു തലത്തിൽ ചോദിക്കാം. ഞാനൊരു വ്യക്തിക്ക് സഹായം ചെയ്യാണ്, അതിൻ്റെ ഗുണം എനിക്ക് നല്ലതാണോ മോശമാണോ? ഗായത്രി പറയും. സഹായിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ആണല്ലോ. എങ്കിൽ ഒരു വ്യക്തി ഒരുപാട് പ്രയാസങ്ങളിൽ ഇരിക്കുകയാണ്, ആ വ്യക്തിക്ക് നമ്മൾ ആക്ച്വലി നമ്മുടെ സ്പർശനം കൊണ്ട് നന്മയാണ് ചെയ്യുന്നത് എങ്കിൽ അതിന് ഉള്ള പ്രതിഫലം നമുക്ക് നന്മയായിരിക്കും മോശമായിരിക്കും? നന്മയായിരിക്കും. സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ. ഓക്കെ. കാലഘട്ടങ്ങൾക്ക്, ഓരോ കാലഘട്ടങ്ങളിലും ശരിയും തെറ്റും മനുഷ്യർ പലതരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അതെ. ഇന്ന് നമ്മൾ ശരിയെന്ന് വിചാരിക്കുന്ന പലതും പൂർവ്വകാലങ്ങളിൽ വലിയ തെറ്റുകളായിരുന്നു. പണ്ട് കാലങ്ങളിൽ ശരിയായിരുന്ന പലതും ഈ കാലഘട്ടങ്ങളിൽ തെറ്റുമാണ്. അതെ. ശരിയും തെറ്റും പോലും കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറുന്നുണ്ട് എങ്കിൽ യെസ്. പിന്നെ ശരിയും തെറ്റും എന്ത്? അതെ. ചില സാഹചര്യങ്ങളിൽ യുദ്ധം പോലും ശരിയാണ്, അതെ. കൊല്ലുക പോലും ശരിയായി വരുന്നു. ചില സാഹചര്യങ്ങളിലോ ദേഷ്യപ്പെടാതിരിക്കുന്നത് തെറ്റായി വരുന്നു. അപ്പോൾ എന്താണ് ശരിയും തെറ്റും? അതെ. അങ്ങനെയുള്ളിടത്ത് നമ്മൾ എന്ത് ശരിയും തെറ്റും, ആരുടെ കർമ്മയാണ് നമ്മളെ ബാധിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മനുഷ്യരെ അകറ്റി നിർത്തേണ്ടത്. അതെ. നമ്മളെല്ലാവരും പരസ്പരം സഹായിക്കാൻ വേണ്ടി കടന്നു വന്നവരാണ്. ഓക്കെ. സഹായിക്കുക തന്നെ വേണം.